പൊതുജനാരോഗ്യ മേഖലയ്ക്കായി 2500 കോടി രൂപ വകയിരുത്തി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ബജറ്റ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി 900 കോടി രൂപ പ്രഖ്യാപിച്ചു. താലൂക്ക് തലം വരെയുള്ള എല്ലാ ആശുപത്രികളിലും ഡയാലിസിസ് സൗകര്യമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുമെന്നാണ് പ്രഖ്യാപനം. കേരളത്തിലെ ആരോഗ്യരംഗം വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്നുവെന്നും ആഗോളതലത്തിൽ ശ്രദ്ധേയമായ മാതൃകയെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി KN ബാലഗോപാലിന്റെ ആമുഖം. വൈദ്യശുശ്രൂഷ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് 2500.31 കോടി വകയിരുത്തി. കഴിഞ്ഞ വർഷത്തെ വിഹിതത്തെക്കാൾ 350.12 കോടി രൂപയുടെ വർധന. സർ, വൈദ്യശുശ്രൂഷയും പൊതുജനാരോഗ്യ മേഖലയ്ക്കുള്ള പദ്ധതി വിഹിതം വർദ്ധിപ്പിച്ച് 2500.31 കോടി രൂപയായിട്ട് വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ വിഹിതത്തെക്കാൾ 350.12 കോടി രൂപ 16.28% കൂടുതലാണ്. ഡയാലിസിസ് സൗകര്യമില്ലാത്ത എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് 14.20 കോടി. മലബാർ ക്യാൻസർ സെന്റർ 50 കോടി, കൊച്ചിൻ ക്യാൻസർ സെന്റർ 30 കോടി, റീജിയണൽ ക്യാൻസർ സെന്റർ 90 കോടി, മെഡിക്കൽ കോളേജുകൾ വഴിയുള്ള ക്യാൻസർ ചികിത്സയ്ക്ക് 30 കോടി, ജില്ലാ താലൂക്ക് ആശുപത്രികൾക്ക് 3 കോടി എന്നിങ്ങനെ ക്യാൻസർ ചികിത്സയ്ക്കാകെ 203 കോടി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്ക് 6.50 കോടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ റോബോട്ട് സ്ഥാപിക്കുന്നതിന് 12 കോടി. അപൂർവ ഇനം രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗത്തിന് മരുന്ന് ലഭ്യമാക്കാൻ 30 കോടി. ആർദ്രം മിഷന്റെ രണ്ടാം ഘട്ടം സുസ്ഥിരമാക്കുന്നതിന് 70.92 കോടി. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ആശുപത്രി മാലിന്യ സംസ്കരണത്തിന് 22 കോടി. ഇടുക്കി, കോന്നി, വയനാട്, കാസർഗോഡ് എന്നിവിടങ്ങളിലെ പുതിയ മെഡിക്കൽ കോളേജുകൾ ശക്തിപ്പെടുത്തുന്നതിന് 57.09 കോടി രൂപ. 108 ആംബുലൻസ് പദ്ധതിക്ക് 38 കോടിയും വകയിരുത്തി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.